അവർ വീട്ടുകാർ അച്ഛൻ്റെ അറിയാതെയാണ് ഞങ്ങൾ വന്നിരുന്നത്. അങ്ങനെ വന്ന് അവർ യേശുവിനെ വിശ്വസിക്കുന്നവരായി. എല്ലാ വർഷവും അവർ ധ്യാനത്തിന് സ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെ ധ്യാനത്തിൽ കൂടി വളർന്നു. അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ ന്യായം കുടിച്ചു, പ്രാർത്ഥനയിലൊക്കെ കുടിച്ചു. അവർ വീട്ടുകാർ അച്ഛൻ്റെ അറിയാതെയാണ് ഞങ്ങൾ വന്നിരുന്നത്. അങ്ങനെ വന്ന് അവർ യേശുവിനെ വിശ്വസിക്കുന്നവരായി. എല്ലാ വർഷവും അവർ ധ്യാനത്തിന് സ്കൂൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഓരോ പ്രവർത്തനയിലൂടെ ദൈവം എന്നെ നടത്തിച്ചു. ഈ അപ്പൻ്റെ കൂടെ എന്നെ നടത്തിച്ചു. ഒരിക്കലും ഓരോ മക്കളും ഈ അപ്പൻ്റെ കൂടെ നയിച്ചു. ഞങ്ങൾക്ക് പോവാത്ത സ്ഥലങ്ങളിൽ അവരുടെ വചനത്തെ സംസാരിച്ചു ഓരോ മക്കളെ കിട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടെ ഒഴുകിയ നോക്കി ഞാൻ നന്ദി പറയാം. അമ്മയുടെ വയ്യായി വരുന്നുണ്ട്. ചേട്ടൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ചേട്ടാ നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ട ആളുകളല്ലേ, എന്തിനാണ് ഈ വഴുക്കും പ്രയാസങ്ങളോട് കൂടി പോകുന്നത്? അപ്പോൾ നീ വരിക, വീട്ടിലേക്ക് വരിക, സോമനോടും പറയാം, അനുജനോടും പറയാം. അപ്പോൾ നമ്മൾ പക്ഷെ ആ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം ഞങ്ങളെ എത്തിച്ചു. Glory, 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 glory.
സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഞാൻ വിചാരിച്ചു അവര് കുറെ ദൂരത്ത് നിന്ന് മറ്റേ തെക്കുന്ന് വന്നവരാണോ എന്ന് സംശയിച്ചു. ഓക്കെ, എളുപ്പമാണ് അതുപോലും ശിഷ്യരും കാല് കൈ കഴിക്കാനും ഭക്ഷണം പങ്കുവച്ച് കഴിക്കാനും വിളമ്പി കൊടുക്കാനും ഒക്കെ നമുക്ക് ഒരുമിച്ച് നടക്കേണ്ടതാണ്. ഹല്ലേലൂയ. തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത.